അങ്ങനെ നിലമ്പൂരിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് ചിലരൊക്കെ നടക്കുന്നത്. PV അൻവറിലൂടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്ന നിലമ്പൂരിൽ PV അൻവർ തന്നെ അവിടെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ചെയ്യുന്നത്. PV അൻവർ ഇപ്പോൾ LDF-ൽ നിന്ന് UDF-ലേക്ക് കയറിയിട്ടില്ല. പക്ഷേ LDF-നെ മുൾമുനയിൽ നിർത്തുന്നു. പ്രത്യേകിച്ച് CPM-നെ, അതുപോലെ തന്നെ UDF-നെയും കോൺഗ്രസിനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അൻവറിന്റെ പ്രയാണം എന്നുള്ളത് ഓർക്കണം. നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ രണ്ടുപേരുടെ വിജയാഹ്ലാദ പ്രകടനമാണ്. ഒന്ന്, ഔദ്യോഗികമായി വിജയിക്കാൻ പോകുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ കോൺഗ്രസിന്റെ UDF-ന്റെ ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ, മറുഭാഗത്ത് PV അൻവറിന്റെയും അൻവറിന്റെ അണികളുടെയും ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. അൻവറിനും ആ മണ്ഡലത്തിൽ വിജയം അവകാശപ്പെട്ടതാണ്. ഒരു തരത്തിൽ ഔദ്യോഗികമല്ലെങ്കിൽ പോലും അൻവറിന്റെ കരുത്തും സാന്നിധ്യവും നിലമ്പൂരിലൂടെ കേരള ജനതയെ കാണിച്ചു കൊടുക്കുന്നു. പിണറായി വിജയന് നേരെ ഇനിയും നെഞ്ചു വിരിച്ചു നിൽക്കാം ആര്യാടൻ ഷൗക്കത്തിന് മാത്രമല്ല അൻവറിനും സാധിക്കും എന്നുള്ളതാണ്. അൻവറിന് ഇനി UDF-ലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. സതീശൻ എന്ത് നിലപാടായിരിക്കും എടുക്കാൻ പോകുന്നത്? അതുപോലെ നിലമ്പൂരിൽ ഉണ്ടായ വിജയത്തിന്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനത്തിനപ്പുറം ഒരു 2 പടിയെങ്കിലും മുമ്പേ നിൽക്കുന്നതായിരുന്നു മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനം. അവർ നിശബ്ദമായി മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ 1000-ലധികം പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു. കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം PV അൻവർ കളത്തിൽ ഇറങ്ങി കഴിഞ്ഞതോടുകൂടി കളി മാറി എന്ന്. മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ 2ആയി ചിതറും. അതുപോലെ തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള തരംഗവും വോട്ട് 2ആയി മാറും. ഒന്ന് അൻവറിലേക്കും മറ്റൊന്ന് UDF-ലേക്കും എന്നുള്ള രീതിയിൽ. അൻവർ നല്ല രീതിയിൽ മുന്നേറും എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കി. LDF-നും UDF-നും മൊത്തത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക ഇത്രയും വലിയ പരിക്ക് സൃഷ്ടിക്കുമെന്ന് CPM കരുതിയില്ല. CPM-ലെ ഒരു വളരെ പരിണത പ്രജ്ഞനും എന്നൊക്കെ പറഞ്ഞ് എന്താണ് എഴുത്തുകാരൻ, വലിയ വാഗ്മി എന്നൊക്കെ വീരവാദം മുഴക്കിയ സ്വരാജിനെ കൊണ്ടുവന്ന് നിർത്തി സ്വന്തം പഞ്ചായത്തിൽ പോലും വേണ്ടത്ര വോട്ട് പിടിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ഒരു എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം നിൽക്കുന്നുണ്ട് എന്ന് ബോധ്യമായിരിക്കുകയാണ്. അത് കോൺഗ്രസ് ഇനി അങ്ങോട്ട് നന്നായി ഉപയോഗിക്കുകയും ചെയ്യും. അതിലൂടെ വലിയ ഒരു മുന്നേറ്റം 26-ൽ നേടാൻ കഴിയും, ഭരണത്തോടടുക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ഇതേ അവസരത്തിൽ BJP കുത്തനെ താഴേക്ക് പോയി. 2021-ൽ 8600 വോട്ട് നേടിയ BJP ഇക്കുറി വളരെ താഴേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ്സുകാര് ആശ്വസിക്കുന്നുണ്ടാകും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ കാണണ്ട. കാരണം ഇത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ BJP വേണ്ടത്ര പ്രവർത്തനം നടത്തിയിട്ടില്ല. കാരണം അത് BJP-യുടെ ഇടമുള്ള ഒരു മണ്ണല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വെറുതെ പണവും അതുപോലെ തന്നെ എനർജിയും അവിടെ ചെലവഴിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അല്പം പിന്നാക്കം പോയത്. അത് പക്ഷേ ദുർവ്യാഖ്യാനങ്ങൾക്കിടയായതുകൊണ്ട് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതും, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാം എന്ന് കരുതി. പക്ഷെ അതും വേണ്ടത്ര വിജയിച്ചില്ല. പക്ഷെ നിലമ്പൂരിൽ BJP താഴേക്ക് പോയി എന്ന് വിചാരിച്ച് അവരുടെ വലിയ പതനം എന്നൊന്നും കണക്ക് കൂട്ടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലീഗ് ഈ മണ്ഡലത്തിൽ വളരെ അധ്വാനിച്ച് നേടിയെടുത്തു ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. അൻവറിനെ അവിടെ പിടിച്ചു കെട്ടാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ അവകാശപ്പെടുമ്പോൾ ലീഗ് ഒരുപക്ഷെ നിലമ്പൂർ മണ്ഡലം തന്നെ ചോദിച്ചു എന്ന് വരാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് പവർ ഉണ്ട്.
ലീഗ് പണ്ടേ നോട്ടമിട്ടിട്ടുള്ളതാണ് ഈ നിലമ്പൂർ മണ്ഡലം. പക്ഷേ ആര്യാടൻ മുഹമ്മദിനോട് ഏറ്റുമുട്ടാൻ ലീഗിന് ധൈര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാറി നിന്നതാണ്. ഇനിയിപ്പോൾ 2026 ലീഗ് മുമ്പോട്ട് ആവശ്യം ഉന്നയിക്കും. പക്ഷേ 2026 അതുപോലെ തന്നെ അൻവറും ആവശ്യം ഉന്നയിക്കും UDF-ലേക്ക് പ്രവേശം കിട്ടിക്കഴിഞ്ഞാൽ. കാരണം അൻവറിന്റെ കരുത്ത് അവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ അൻവറിന് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പോലും കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളത് വളരെ വളരെ കരുതലോടുകൂടി മാത്രമേ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ മണ്ഡലം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അത് നമുക്കിനി അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള സമവായത്തിന് ഇടയാകും. ഇനിയിപ്പോൾ LDF-ന്റെ ഭാഗത്ത് നിന്ന്, CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്, അവർ പറയും എന്ത് UDF ഈ മതമൗലികവാദികളെ, വർഗീയവാദികളെ ഒക്കെ തന്നെ കൂട്ടുപിടിച്ച് നേടിയ വോട്ടാണ്, അതാണ് വിജയത്തിലെത്തിയത്. ഞങ്ങൾ മതേതരവാദികളാണ്, മതേതരവാദികളുടെ വോട്ട് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. എന്തായാലും അവിടെ നിലമ്പൂരിലാണ് യഥാർത്ഥ മത്സരം നടന്നത്. പക്ഷെ കോൺഗ്രസ് ക്യാമ്പുകളിൽ അവർ പ്രതീക്ഷിച്ചത്ര വോട്ട് നേടിയിട്ടില്ല. 12,000 മുതൽ 20,000 വരെ ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും കോൺഗ്രസ് നേടിയ ഭൂരിപക്ഷത്തിലേക്ക്, ആ ആഹ്ലാദ തിമിർപ്പിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. ചേലക്കരയിൽ അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുകയും ചെയ്തു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷെ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ ഉത്തരം VD സതീശൻ നൽകേണ്ടി വരുമായിരുന്നു. VD സതീശനെ ജനകീയ വിചാരണ ചെയ്യുമായിരുന്നു. ഇനിയും വിചാരണയിൽ നിന്ന് VD സതീശനെ ഒഴിഞ്ഞു മാറ്റി നിർത്തത്തില്ല. VD സതീശനെ ചോദ്യം ചെയ്യപ്പെടും. എന്തിനെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞു? ആ വോട്ട് അൻവറിലേക്കാണ് പോയത്. അൻവറിനെ അകറ്റി നിർത്തിയത് ആര്? VD സതീശൻ തന്നെ. ഇനിയിപ്പോൾ അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരുമോ? അതും UDF-നെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതാണ്. അവിടെ VD സതീശൻ ഏത് തരത്തിലുള്ള തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? എന്തായാലും VD സതീശൻ ഇതിനകത്ത് എടുത്ത തീരുമാനത്തെ പലരും ഒക്കെ സ്വാഗതം ചെയ്തെങ്കിലും പിന്നീട് അൻവർ നിർണായക ശക്തിയായി എന്നിപ്പോൾ മണ്ഡലത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അൻവറിനെ തള്ളിക്കളയാൻ കഴിയില്ല, അൻവർ നിസ്സാരക്കാരനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് നിലമ്പൂരിലെ അൻവറിന്റെ ഈ വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂരിലെ ഇപ്പോൾ ഉയരുന്ന ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഉയരുന്ന കൊടി കൂടുതലും മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. ഇത് നൽകുന്ന സൂചന നമ്മൾ കാണേണ്ടതാണ്. അതായത് ലീഗിന്റെ അധ്വാനമാണ് ഇവിടെ ഷൗക്കത്തിന്റെ വിജയം. ഒന്ന്. മറ്റൊന്ന്, ലീഗ് ഈ മണ്ഡലം മുന്നിൽ കാണുന്നുണ്ട്, പിടിച്ചെടുക്കണം എന്ന് ലീഗിന് ആഗ്രഹമുണ്ട്. ലീഗിന്റെ അധ്വാനത്തിലൂടെ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചതിലൂടെ ലീഗിന് UDF-ൽ ബാർഗെയിനിങ് പവർ കൂടുകയാണ്. ഇനിയും വിലപേശൽ ഉണ്ടാകും. ലീഗ് നിർണായക ശക്തിയായിട്ട് മാറും UDF-ൽ എന്നാണ് തെളിയാൻ പോകുന്നത്.